ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ എന്താണ്? ഉത്തരം വേവൽ പ്ലാൻ. ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം M.N. റോയ്. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? ഉത്തരം കെ. മാധവൻ നായർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം അരവിന്ദ് ഘോഷ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സർദാർ K.M. പണിക്കർ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം? ഉത്തരം ഇന്ദിര കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം? ഉത്തരം ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത്? ഉത്തരം വരിക വരിക സഹചരേ. രചന അംശി നാരായണപിള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന്? ഉത്തരം 1931 മാർച്ച് 23. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് എനിക്ക് ലഭിച്ച ബഹുമതി ഞാൻ ഇവർക്കു നൽകുന്നു എന്ന് സരോജിനി നായിഡു ആരോട് പറഞ്ഞു? S. സുബ്ബലക്ഷ്മി. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയും. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ഗാന്ധിജി. സാമൂതിരി രാജാവിനെ നാവികപ്പടയുടെ തലവൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കുഞ്ഞാലിമരക്കാർ. മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെ പറ്റിയാണ് പറഞ്ഞത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം അരവിന്ദ് ഘോഷ്. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത ആര്? ഉത്തരം നെല്ലി സെൻഗുപ്ത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണക്കായി? ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി.
സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഉത്തരം കെ കേളപ്പൻ. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത്? ഉത്തരം കുങ്കുമം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം CR ദാസ്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏതു കേസിലായിരുന്നു? ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തുർക്കി. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇഖ്ബാൽ. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ഇന്ത്യാ സ്മരനായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം അരുണ ആസിഫ് അലി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏതു സമരത്തിലായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ഉത്തരം ലണ്ടൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൾ പാണ്ഡെ. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത്? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം കമൻറ്റ് ചെയ്യൂ.